അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ പ്രിയം നിറഞ്ഞ ബഹുമാന്യരായ അൺമാസ്കിംഗ് അനോമലീസിൻ്റെ പ്രേക്ഷകരെ, സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ 9-ാമത്തെ അധ്യായം സൂറത്തു തൗബയിലെ 34-ാമത്തെ വചനം അതൊന്ന് പാരായണം ചെയ്തുകൊണ്ട് ആരംഭിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅ്കുലൂന അംവാലൻ നാസി ബിൽ ബാത്തിലി വയസുദ്ദൂന അൻ സബീലില്ലാഹ്. ആ വചനം മുഴുവനായില്ല എങ്കിലും തുടക്കത്തിലെ ആ ഭാഗം മാത്രമാണ് നമ്മൾ പാരായണം ചെയ്തത്. ഏതായിരുന്നാലും ഈ ഒരു വചനം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയെക്കുറിച്ച്, അല്ലെങ്കിൽ മനുഷ്യകുലത്തിൽ എന്നും ഇപ്പോഴും തുടരുന്ന, അല്ലെങ്കിൽ ചരിത്രത്തിലും ഉണ്ടായിട്ടുള്ള, എപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ചുരുക്കത്തിൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ, വിശ്വാസികളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുകയാണ്, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, നിങ്ങളിലെ ഒരുപാട് പുരോഹിതന്മാർ. അഹ്ബാറുകൾ, ഹെബർ എന്ന അറബി പദത്തിനർത്ഥം അന്നത്തെ കാലത്ത് പ്രധാനമായും പ്രവാചകൻ്റെ മുമ്പുള്ള ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന യഹൂദ പണ്ഡിതന്മാരെ, പുരോഹിതന്മാരെ സൂചിപ്പിക്കുന്ന പദമാണത്. റുഹ്ബാൻ, അത് ക്രൈസ്തവ പുരോഹിതന്മാരെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. അത് പുരോഹിതന്മാർ എന്നർത്ഥം. അവർ ലയഅ്കുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, അന്യായമായി ജനങ്ങളുടെ, ഇതിൽ പുരോഹിതന്മാരിലും ഈ യഹൂദ ക്രൈസ്തവ പുരോഹിതന്മാരിൽപ്പെട്ട ഒരു വലിയൊരു വിഭാഗം ആളുകൾ ലയഅ്കുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, അവർ ജനങ്ങളുടെ ധനം അന്യായമായി ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വയസുദ്ദൂന അൻ സബീലില്ല, അതുമാത്രമല്ല അത് കാരണം യഥാർത്ഥ ദൈവിക മാർഗത്തിൽ നിന്ന് അവർ ജനങ്ങളെ തെറ്റിച്ചു കളഞ്ഞു കൊണ്ടിരിക്കുകയുമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിലെ ഈ ഒരു വചനം, 34-ാമത്തെ വചനത്തിൻ്റെ ആശയം എന്ന് പറയുന്നത്. അഥവാ ഇവിടെ പ്രത്യേകിച്ചും യഹൂദ ക്രൈസ്തവരെ എടുത്തു പറയാനുള്ള കാരണം, പൊതുവേ വിശുദ്ധ ഖുർആനിൽ മുൻകാല സമൂഹങ്ങളെക്കുറിച്ച് ഉള്ള ഒരുപാട് കഥകൾ, ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് അവർക്ക് പറ്റിയ അബദ്ധങ്ങൾ എന്തായിരുന്നു, എന്തൊക്കെയാണ് ആ സമൂഹങ്ങൾ നശിക്കാനും അവരിൽ അവരുടെ വേദഗ്രന്ഥങ്ങൾ ആളുകൾ മാറ്റത്തിരുത്തലുകൾ വരുത്താനും ഒക്കെയുള്ള കാരണം എന്താണ്, അതൊന്നും നിങ്ങളിൽ ഉണ്ടാകരുത്. സ്വാഭാവികമായും മോശെ പ്രവാചകൻ, അതിനുശേഷം വന്ന ഈസാ അലൈഹിസ്സലാം, ഇങ്ങനെയുള്ള ആ പ്രവാചകന്മാരുടെ ആ കണ്ണിയിൽ ഏറ്റവും അവസാനത്തെ ആളാണല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മുൻകാല പ്രവാചകന്മാർ അവരുടെ സമൂഹങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് കഥകൾ, അതിൽ നിന്നുള്ള പാഠങ്ങൾ, അവർക്ക് സംഭവിച്ച പിഴവുകൾ, അതൊക്കെയും വിശുദ്ധ ഖുർആൻ കാണാം. കാരണം അതൊന്നും നിങ്ങളിനി ഉണ്ടാകരുത് എന്ന ഒരു കാര്യത്തിന് വേണ്ടി. അതുപോലെ തന്നെ അവരിൽ ഉണ്ടായ നല്ല ഗുണങ്ങളെയും വിശുദ്ധ ഖുർആനിലും തിരുഹദീസുകളിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആ നല്ല ഗുണങ്ങൾ അത് നിങ്ങളും തുടർത്തിപ്പോകണം എന്ന അർത്ഥത്തിൽ. അപ്പോൾ സൂറത്ത് തൗബയിലൂടെ, ഈ ഒരു ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത് പൗരോഹിത്യം. നമുക്കറിയാം, ചരിത്രത്തിലായിരുന്നാലും ഇപ്പോൾ വർത്തമാനകാലത്തായിരുന്നാലും പൗരോഹിത്യം എന്ന് പറയുന്നത്, മതം എന്ന് പറയുമ്പോൾ പലപ്പോഴും ആളുകൾക്ക് ഒന്നാമതായി മനസ്സിൽ വരുന്നൊരു കാര്യമാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ പൗരോഹിത്യം എന്താണ്? മതം, ശരിയായ മതം, ദൈവിക മതം, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് മനുഷ്യർക്ക് അവതരിപ്പിച്ച മതവും പുരോഹിതം അല്ലെങ്കിൽ പുരോഹിത വർഗം എന്നൊക്കെ നമ്മൾ പറയുന്നത്, ഈ പൗരോഹിത്യം എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളും തമ്മിൽ എന്താണ് ബന്ധമുള്ളത്? പലപ്പോഴും മതത്തിൻ്റെ പേരിലുള്ള ചൂഷണങ്ങൾ, അത് ഏറ്റവും കൂടുതൽ ആ ചൂഷണങ്ങളുടെ മുൻപന്തിയിലുണ്ടാകുന്നത് പൗരോഹിത്യം എന്ന ആ ഒരു വിഭാഗം ആളുകളാണെന്ന് നമുക്കറിയാം. ആളുകൾക്ക് പലപ്പോഴും മതത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനങ്ങളുണ്ട്. ഏത് മതമായിരുന്നാലും, ഇസ്ലാം മതമായിരുന്നാലും ക്രിസ്തു മതം, അങ്ങനെ ലോകത്തുള്ള ഏത് മതങ്ങളെടുത്താലും അവരിലുള്ള ആ ഒരു പുരോഹിത വർഗത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളായിരിക്കും മതവിമർശനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു പങ്കും അതിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ സംസാരിക്കുന്നത്. എന്താണ് ഇസ്ലാമിൻ്റെ, വിശുദ്ധ ഖുർആൻ്റെ ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാട് എന്നാണ് ഈ ഒരു വചനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു വചനത്തിൽ, സൂറത്ത് തൗബയിൽ തന്നെ 31-ാമത്തെ വചനത്തിൽ, 3 വചനം മുൻപേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ സൂചിപ്പിക്കുന്ന കാണാം. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹി വൽ മസീഹ ഇബ്നു മറിയം. അവർ, അഥവാ മുൻകാല സമൂഹങ്ങളിലെ പ്രത്യേകിച്ച് ക്രൈസ്തവർ, യഹൂദന്മാർ, അവരിലെ പുരോഹിതന്മാരെയും പണ്ഡിതന്മാരെയും ഒക്കെ അള്ളാഹുവിന് പുറമേയുള്ള രക്ഷിതാക്കളാക്കി മാറ്റി, റബ്ബുകളാക്കി മാറ്റി, ദൈവങ്ങളാക്കി മാറ്റി. അതുപോലെ തന്നെ മസീഹ് ഇബ്നു മറിയം, മറിയമിൻ്റെ മകൻ ഈ മസീഹ് ഈസാ നബി അലൈഹിസ്സലാമയും അവർ അങ്ങനെയാക്കി മാറ്റി, ദൈവമാക്കി മാറ്റി എന്ന് വിശുദ്ധ ഖുർആനിൽ ഈ ഒരായത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് കാണാം. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്? പുരോഹിതന്മാരും പണ്ഡിതന്മാരും, അല്ലെങ്കിൽ അവരിലെ ഒരു മതത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ആളുകൾ,
ഇവരൊക്കെ ഇസ്ലാമിൻ എന്താണ് ഇവരെക്കുറിച്ച് പറയുന്നത്, മുൻകാല സമൂഹങ്ങൾ അവരെ ദൈവങ്ങളാക്കി മാറ്റി എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെ നമുക്ക് ഒന്ന് പരിശോധിക്കാം. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ പൗരോഹിത്യം എന്ന് പറയുന്നൊരു സംഗതി ഇല്ല എന്നുള്ളതാണ് അടിസ്ഥാനം. ഇസ്ലാമിൽ പുരോഹിതന്മാരില്ല. ഏതെങ്കിലും തരത്തിൽ സമൂഹത്തെ അല്ലെങ്കിൽ വിശ്വാസികളെ, മതത്തെ ചൂഷണം ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഇസ്ലാം ഒരിക്കലും ഉണ്ടാക്കിയിട്ടുമില്ല. ഇസ്ലാം അവിടെയൊക്കെ ചെയ്തത്, ഇസ്ലാമിൽ ഒരിക്കലും പൗരോഹിത്യം ഉണ്ടാകാൻ സാധ്യതയുള്ള വഴികളെയൊക്കെ ഇസ്ലാം അടയ്ക്കുകയും അതൊക്കെ നിരുത്സാഹപ്പെടുത്തുകയും അതിനൊന്നും ഒരു വഴിയും ആളുകൾക്ക് ലഭ്യമാകാത്ത രൂപത്തിൽ ഇസ്ലാം മതത്തെ സംരക്ഷിക്കുകയുമാണ് ചെയ്തത്. എന്നാൽ ഇന്നത്തെ വർത്തമാനകാലത്തും ചരിത്രത്തിലുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാം മതത്തിൽ തന്നെ ആളുകളെ ചൂഷണം ചെയ്യുന്ന പൗരോഹിത്യം നമുക്ക് കാണാൻ കഴിയും. അതെല്ലാ സമൂഹങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുൻപ്, പ്രവാചകനായി നിയോഗിതനാവുന്നതിന് മുൻപ്, പ്രവാചകൻ്റെ 35-ാമത്തെ വയസ്സിൽ പ്രവാചകനായി നിയോഗിതനാവുന്നതിന് 5 വർഷം മുമ്പ് മക്കയിലുണ്ടായ പ്രധാനപ്പെട്ട സംഭവമാണ് കഅബ പുനർനിർമ്മാണം എന്ന് പറയുന്നത്. വെള്ളപ്പൊക്കത്തിലും അതുപോലെ തന്നെ കാലപ്പഴക്കം കാരണമൊക്കെ കഅബയുടെ പല ഭാഗങ്ങൾക്കും കേടുവരികയും ചുമരുകളൊക്കെ നശിച്ചു പോവുകയും ഒക്കെ ചെയ്തപ്പോൾ കഅബ ഖുറൈശികളെല്ലാവരും പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അന്ന് അവർ ഖുറൈശികൾ ഈ പറഞ്ഞതുപോലെ അവർ മൊത്തത്തിലൊരു മതത്തിൻ്റെ അല്ലെങ്കിൽ അന്നത്തെ കഅബയുടെ സൂക്ഷിപ്പുകാർ എന്നുള്ള നിലയിൽ ആളുകളെ കഅബയുടെ പേരിൽ ഒരു മേൽക്കോയ്മയൊക്കെ അവകാശപ്പെട്ട് അതിൽ തങ്ങൾക്ക് എന്തും തീരുമാനിക്കാം എന്ന രൂപത്തിൽ മുന്നോട്ട് പോയിരുന്ന ആളുകളായിരുന്നു ഖുറൈശികൾ. അപ്പോൾ അവർ തീരുമാനിച്ച കഅബ പുനർനിർമ്മിച്ചപ്പോൾ അവർ തീരുമാനിച്ച തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു കഅബയുടെ വാതിൽ തറനിരപ്പിൽ നിന്ന് അല്പം ഒരാൾ പൊക്കത്തോളം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഒരു കോണി വെച്ച് കയറിയാൽ മാത്രം കയറാൻ പറ്റുന്ന രൂപത്തിലേക്ക് അവർ വാതിൽ മുകളിലേക്ക് ഉയർത്തി വാതിൽ വെച്ചു. കാരണം അവർക്കിഷ്ടമുള്ള അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള ആളുകളെ മാത്രം കഅബയ്ക്കുള്ളിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ മതങ്ങളിലും അല്ലെങ്കിൽ എല്ലാ സംസ്കാരങ്ങളിലും ഇങ്ങനെ ഒരു പുരോഹിത വർഗ്ഗം അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലായി അറിയപ്പെടുന്ന ആളുകൾ ജനങ്ങളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാനും അവർക്കുള്ള പല നേട്ടങ്ങൾക്ക് വേണ്ടിയുമൊക്കെ മതത്തെ ഒരു കരുവാക്കി ഉപയോഗിക്കുന്നതും മതപരമായ കാര്യങ്ങളെ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് പ്രവാചകൻ അടുത്ത് വന്ന് ഇസ്ലാം സ്വീകരിച്ച ഒരു വ്യക്തിയായിരുന്നു അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ഉപ്പ ഹാത്തിമുത്വായി എന്ന് പറഞ്ഞാൽ അറബി സാഹിത്യങ്ങളിൽ, അറബി ചരിത്രത്തിൽ ദാനധർമ്മത്തിൻ്റെ ഉദാരതയുടെ പേരിൽ അറിയപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. ഹാത്തിമുത്വായിയുടെ ഉദാരതയുടെ കഥകൾ, അത്ഭുതകരമായ കഥകൾ അറബി സാഹിത്യത്തിലും അറബി ചരിത്രത്തിലുമൊക്കെ ഇന്നും എമ്പാടും കാണാൻ കഴിയും. അദ്ദേഹം ക്രൈസ്തവനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ അദീ ഇബ്നു ഹാത്തിം അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് മുസ്ലിമായി. അപ്പോൾ അദീ ഇബ്നു ഹാത്തിം ആദ്യമായി പ്രവാചകനിൽ നിന്ന് കേൾക്കുന്ന വാചകങ്ങളിലൊന്ന്, ആയത്തുകളിലൊന്ന് നാം രണ്ടാമത് പാരായണം ചെയ്ത സൂറത്തു തൗബയിലെ 31-ാമത്തെ വചനമാണ്. അവർ അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും റബ്ബുകളാക്കി മാറ്റി, ദൈവങ്ങളാക്കി മാറ്റി എന്നുള്ള ഈ വചനം. അപ്പോൾ ക്രൈസ്തവനായിരുന്ന അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, ഇന്ന ലസ്ന നഅബുദുഹും, നമ്മൾ അവരെ ഒരിക്കലും ആരാധിക്കുന്നൊന്നുമില്ല, നമ്മൾ അവരെ ദൈവങ്ങളാക്കി മാറ്റി എന്ന് എന്തുകൊണ്ടാണ് ഖുർആനിൽ പറയാനുള്ള കാരണം? നമ്മളൊരിക്കലും അവരെ ആരാധിക്കുന്നൊന്നുമില്ലല്ലോ, നമ്മൾ അവരെ ആരാധിച്ചിരുന്നുമില്ല, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹുവിനോട് പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, ദൈവം യഥാർത്ഥത്തിൽ ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ്, പ്രപഞ്ചത്തിൻ്റെ നാഥൻ അള്ളാഹു, ദൈവം മനുഷ്യർക്ക് അനുവദിച്ചു കൊടുത്ത കാര്യങ്ങളിൽ പലതും ഈ പുരോഹിതന്മാർ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിഷിദ്ധമാക്കാറുണ്ടായിരുന്നില്ലേ? അപ്പോൾ അത് കേട്ട് നിങ്ങളും അതൊക്കെ ഒഴിവാക്കുകയും അതൊക്കെ നിഷിദ്ധങ്ങളായി മനസ്സിലാക്കുകയും ചെയ്യുമായിരുന്നില്ലേ? അതുപോലെ തന്നെ അനുവദനീയമായ പല കാര്യങ്ങളും നിഷിദ്ധമാക്കുന്ന പോലെ നിഷിദ്ധമായ പല കാര്യങ്ങളും ഈ പുരോഹിതന്മാർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ താല്പര്യം കൊണ്ട് അതിനെ അനുവദനീയമായി പ്രഖ്യാപിക്കുകയും അങ്ങനെ നിങ്ങൾ അതിനെ അനുവദനീയമാക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നില്ലേ? അഥവാ മതത്തെയും അതുപോലെ തന്നെ നിയമങ്ങളെയും ഒക്കെ അവരുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് ഇന്നത് നിഷിദ്ധമാണ്, ഇന്നത് അനുവദനീയമാണ് എന്നൊക്കെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് പറയുന്ന ഒരു പുരോഹിത വർഗ്ഗവും അതിനെ നിങ്ങളെല്ലാവരും അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്യുമായിരുന്നില്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ ബല പ്രവാചകരെ, അതെ, ഞങ്ങൾ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അതാണ് അവർക്കുള്ള ആരാധന എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്, അത് തന്നെയാണ് അവരെ ആരാധിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പ്രയോഗിക്കാനുള്ള കാരണം എന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ഏതൊരു കാര്യവും, മതത്തിലെ ഏതൊരു കാര്യവും അത് തീരുമാനിക്കാനുള്ള അവകാശം ഒരിക്കലും ഒരു പണ്ഡിത സഭയ്ക്കോ അല്ലെങ്കിൽ ഒരു പുരോഹിത വർഗത്തിനോ ഒന്നുമല്ല ഇസ്ലാം കൊടുത്തിരിക്കുന്നത്. പ്രവാചകന്മാർക്ക് പോലും അതിനുള്ള അധികാരമില്ല എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നേരെ മറിച്ച് ഈ മതത്തിൻ്റെ ശരിയായ മതം, ലോകത്തിൻ്റെ സ്രഷ്ടാവിൻ്റെ മതം എന്ന് പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്നത്, ആ സ്രഷ്ടാവാണ് മതത്തിലെ ഓരോ കാര്യങ്ങളും തീരുമാനിച്ചത്. പ്രവാചകന്മാരുടെയും വേദഗ്രന്ഥങ്ങളുടെയും അതുപോലെ തന്നെ അവർക്ക് ശേഷം ഈ അറിവ് നേടുന്ന പണ്ഡിതന്മാരുടെയും ദൗത്യം എന്ന് പറയുന്നത് ഇത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കലാണ്. എന്താണോ വേദഗ്രന്ഥങ്ങളിലുള്ളത്, എന്താണോ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്, പ്രവാചകന്മാർ പഠിപ്പിച്ചത്, അത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുക.
അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, ജനങ്ങളെ അതിലേക്ക് പ്രബോധനം ചെയ്യുക. ഇതാണ് അവരുടെ ദൗത്യം എന്ന് പറയുന്നത്. അല്ലാതെ പുതുതായി ഒരു കാര്യം തങ്ങളുടെ പിന്നെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ തങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുക എന്നുള്ളത് ഒരിക്കലും അനുവദനീയമായ ഒരു കാര്യമല്ല. ആ ഒരു അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിൽ പൗരോഹിത്യത്തിനൊരു വകുപ്പുമില്ല, ഒരു ചാൻസുമില്ല എന്ന് നമ്മൾ പറയാനുള്ള കാരണം. ഇപ്പോൾ ഇസ്ലാമിലെ ഓരോ കർമ്മങ്ങളും നിങ്ങളെടുത്ത് നോക്കിയാൽ മതി. നിലവിലുള്ള സാഹചര്യത്തെക്കുറിച്ചല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നിലവിൽ ഇസ്ലാം മതമായിരുന്നാലും ലോകത്തെ ഏത് മതമായിരുന്നാലും ഒരു പൗരോഹിത്യ വിഭാഗം ഉണ്ടാകും. അത് പല നേട്ടങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമായും ആണ് പ്രത്യേകിച്ചും ചൂഷണങ്ങൾ ചെയ്യുന്ന, വിശ്വാസികളെ കബളിപ്പിക്കുന്ന ഇഷ്ടം പോലെ ആളുകൾ എല്ലാ മതങ്ങളിലും ഇന്നും ഒക്കെ ആളുകൾ അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇസ്ലാമിലുള്ള യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മതത്തിലുള്ള കർമ്മങ്ങളെ, ആരാധനകളെ, ആചാരങ്ങളെ, ആഘോഷങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കൂ. ഒരിക്കലും ഒരു ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഇടയാളൻ അല്ലെങ്കിൽ നിർബന്ധമായും അനിവാര്യമായും ഉണ്ടായിരിക്കുന്ന ഒരു പുരോഹിതൻ, ഒരു പൗരോഹിത്യ വർഗം എന്നുള്ളത് എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ നിസ്കാരം, ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിസ്കാരം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനുമപ്പുറത്ത് ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ ഷഹാദത്ത് കലിമ ഈ ലോകത്ത് പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള ആ ഒരു സാക്ഷ്യവചനം, ആരാധനയ്ക്ക് അർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ആ സാക്ഷ്യവചനം, അത് ഏതൊരു മനുഷ്യനും അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഹൃദയം കൊണ്ട് ശരിക്കും ബോധ്യപ്പെട്ട് അത് ഒരാളത് ഉച്ചരിച്ച് കഴിഞ്ഞാൽ, പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അയാൾ മുസ്ലിമാകും. അതിനൊരു പ്രത്യേക പുരോഹിതൻ വന്ന് അയാൾക്കത് പിന്നെ ചൊല്ലിക്കൊടുത്താലേ അയാൾ മുസ്ലിമാകും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ചടങ്ങുണ്ടെങ്കിൽ അയാൾക്ക് മതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അങ്ങനെയൊന്നുമില്ല. ഒരാൾക്ക് ബോധ്യപ്പെട്ടു, മനസ്സിലായി, അയാൾക്ക് ഇത് ഉറക്കെ പ്രഖ്യാപിക്കുന്നതിലൂടെ, മറ്റുള്ളവരെ അറിയിക്കുന്നതിലൂടെ, അത് പ്രഖ്യാപിക്കുന്നതിലൂടെ തന്നെ അയാൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ പറ്റും. പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ഇസ്ലാമിൽ നിസ്കാരം എന്ന് പറയുന്നത്. ഷഹാദത്ത് കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം ആണ് ഏറ്റവും നിർബന്ധമായ സംഗതികളിലൊന്ന്. നിസ്കാരം നിർവഹിക്കുമ്പോൾ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം 5 നേരം നിർബന്ധമായും സമയബന്ധിതമായി നിർവഹിക്കേണ്ട ആ ആരാധനയിൽ ഏതെങ്കിലും ഒരു പുരോഹിതൻ ഉണ്ടെങ്കിലേ ആ നിസ്കാരം തുടങ്ങാൻ പറ്റൂ. ഏതെങ്കിലും ഒരാൾ, ഇന്ന വ്യക്തി അല്ലെങ്കിൽ ഇന്നൊരു പിന്നെ മതത്തിൻ്റെ ഒരാളായ ഒരു വ്യക്തി അവിടെ ഉണ്ടെങ്കിലാണ് അത് തുടങ്ങാൻ കഴിയുക, അല്ലെങ്കിൽ അത് നിർവഹിക്കാൻ കഴിയുക. അങ്ങനെ ഒരു സ്ഥിതിയുണ്ടോ? ഇല്ല. ഒരു കൂട്ടം ആളുകൾ, ഒരു കൂട്ടം മുസ്ലിങ്ങൾ എവിടെയുണ്ടോ അവരിൽ ഏറ്റവും കൂടുതൽ ആ സമയത്ത്, ഇപ്പോൾ 3 ആളുകൾ ഏതെങ്കിലും ഒരു വിജനമായ സ്ഥലത്താണെന്ന് വിചാരിക്കുക, അവിടെ പള്ളിയോ ഒന്നുമില്ല, ഒരു സ്ഥലത്ത് നിസ്കരിക്കുന്നുവെങ്കിൽ അവരിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള ആരാണോ, ഏറ്റവും കൂടുതൽ ഖുർആൻ അറിയുന്ന, ഏറ്റവും കൂടുതൽ അറിവുള്ള ആരാണോ അയാളാണ് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇസ്ലാമിൽ പിന്നെ ലോകത്തെ പല പള്ളികളിലുമൊക്കെ ചിലപ്പോൾ സമൂഹത്തിൽ താഴെക്കിടയിൽ ജോലി ചെയ്യുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന പല ജോലികളിൽ ഏർപ്പെടുന്ന ആളുകൾ ഇമാമ് നിൽക്കുന്നതും അവർക്ക് പിന്നിൽ അറബ് രാജ്യങ്ങളിലും മറ്റുമൊക്കെ വലിയ ആ രാജ്യത്തെ ഭരണാധികാരികളും അതുപോലെ തന്നെ വലിയ ഉദ്യോഗസ്ഥരുമൊക്കെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളത് ആരാണോ അവർ അതിന് നേതൃത്വം കൊടുക്കുക, അർഹതയ്ക്കനുസരിച്ച് അവിടെ നേതൃത്വം കൊടുക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു ഗോത്രം ഇതുപോലെ വന്ന് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അവർക്കിടയിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള, ഖുർആനിൽ അവഗാഹമുണ്ടായിരുന്ന, ഖുർആൻ മനപ്പാടമുണ്ടായിരുന്നത് 7 വയസ്സുള്ള ഒരു കുട്ടിക്കായിരുന്നു. അന്ന് അവർ പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ, ഞങ്ങൾക്ക് നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ ആരെയാണ് താങ്കൾ നിർദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ അറിയുന്നത് ആരാണ്, അയാളാണ് നിൽക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ആ 7 വയസ്സുള്ള കുട്ടിയായിരുന്നു അവരിൽ ഏറ്റവും കൂടുതൽ യോഗ്യനായി ഉണ്ടായിരുന്നത്. പിന്നീട് നമുക്ക് ഹദീസുകൾ കാണാം, ചരിത്രത്തിൽ കാണാം, ആ കുട്ടിയാണ് ആ സമൂഹത്തിന് പിന്നീട് ഇമാമായി പിന്നെ നിശ്ചയിക്കപ്പെട്ട് ഇമാമ് നിന്നിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പുരോഹിതനുണ്ടെങ്കിൽ ഇസ്ലാമിൽ നിസ്കാരം തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് തന്നെ ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ പറയാൻ ഏതെങ്കിലും ഒരു ഇടയാളൻ, ഒരു പ്രവാചകനോ അല്ലെങ്കിൽ ഏറ്റവും പിന്നെ വലിയ മഹത്തുക്കളായ ആളുകളോ വ്യക്തികളോ ഒന്നും ഇസ്ലാമിൽ ഇടയാളന്മാരായി ഇല്ല എന്നുള്ളതാണ്. ഡയറക്റ്റ് ദൈവത്തിനോട് നമുക്ക് നേരിട്ട് നമ്മുടെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്തും ദൈവത്തിനോട് നമുക്ക് തുറന്നു പറയാം. നമുക്ക് പ്രാർത്ഥനകൾക്കും നിസ്കാരം പോലുള്ള എന്ത് ഇബാദത്തുകൾക്കും ഇടയാളനായി ആരും ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ ഇബാദത്തും നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പം നോമ്പ് ഒരിക്കലും നോമ്പ് തുടങ്ങുന്നതിനോ നോമ്പ് അവസാനിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു കർമ്മങ്ങൾക്കോ ഒന്നും, പ്രത്യേകിച്ച് നോമ്പ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നമ്മൾ പറഞ്ഞാൽ, ഒരു നോമ്പുകാരൻ പറഞ്ഞാൽ മാത്രം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഒരു ആരാധനയാണ്. അപ്പോൾ അത് വളരെ രഹസ്യമായിട്ടാണ് അത് ഒരാൾക്ക് വേണമെങ്കിൽ നിർവഹിക്കാനും കഴിയും. അപ്പോൾ അതിലൊന്നും ഒരിക്കലും ഒരു പുരോഹിതൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ചൂഷണത്തിൻ്റെയോ ഇത്ര രൂപ കൊടുത്താലാണ് നമുക്ക് നോമ്പെടുക്കാൻ കഴിയുക, ഇത്ര പിന്നെ ഒരു കാണിക്കുകയോ അല്ലെങ്കിൽ വഴിപാടോ നേർച്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാമ്പത്തികമായ എന്തെങ്കിലും ഉള്ള ആളുകൾക്കാണ് അത് എടുക്കാൻ കഴിയുക, അല്ലെങ്കിൽ അങ്ങനെയൊന്നും നോമ്പിൻ്റെ വിഷയത്തിൽ നമുക്ക് കാണുന്നില്ലല്ലോ. അതുപോലെ തന്നെ സക്കാത്ത്, ഇസ്ലാമിൽ ഏറ്റവും സക്കാത്ത്, അതിൽ സാമ്പത്തികമായ പിന്നെ ഇത് വരുന്നുണ്ടല്ലോ എന്ന് ചിലപ്പോഴൊക്കെ ചില ആളുകൾക്കെങ്കിലും സംശയം തോന്നാം. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, സക്കാത്ത് ഇസ്ലാം എല്ലാവർക്കും നിർബന്ധമാക്കിയിട്ടില്ല. ഇത്ര ഒരു പരിധിക്കപ്പുറം ഒരു സമ്പത്ത് ഒരാൾക്ക് ശേഖരമായി ഉണ്ടാവുകയും, അയാളുടെ നിത്യച്ചെലവിനല്ല, അയാളുടെ ഒരു ശേഖരമായി, ഒരു ഡെഡ് മണിയായി ഒരു ശേഖരമായി അയാൾ സൂക്ഷിക്കുകയും അതിന് ഇത്ര വർഷം അല്ലെങ്കിൽ ഇത്ര സമയം ഓരോ ഇനം കാര്യങ്ങൾ, ഓരോ ഇനം
പിന്നെ വസ്തുക്കൾക്കും മുതലുകൾക്കും വ്യത്യസ്ത സമയങ്ങളുണ്ട്. അതിന് ഇത്ര സമയം കഴിയുകയും ചെയ്താലാണ് അതിൽ തന്നെ സക്കാത്തുള്ളത്. അപ്പോൾ അങ്ങനെ കഴിവുള്ള സമ്പത്തുള്ള അത് ശേഖരമായി സൂക്ഷിക്കുന്ന ആളുകൾക്കാണ് സക്കാത്ത് തന്നെ ഇസ്ലാം നിർബന്ധമാക്കിയിട്ടുള്ളത്. ഇനി ഹജ്ജ് എന്ന് പറയുന്നത് ഒരിക്കലും ഈ പറഞ്ഞതുപോലെ ലോകത്തെ എല്ലാവരും പണ്ഡിതന്മാരും പാമരന്മാരും സമ്പന്നരും ദരിദ്രരും ഒരു തരത്തിലുമുള്ള ഉച്ചനീചത്വങ്ങളും ഇല്ലാതെ ഒരുമിച്ച് കൂടുന്ന ഒരു സംഗമ വേദിയാണ് ഹജ്ജ്. ഇസ്ലാമിലെ ഹജ്ജ് എന്ന് പറയുന്നത്. ആ ഹജ്ജും ഏതെങ്കിലും ഒരു പുരോഹിതൻ നിർവഹിച്ചാൽ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രത്യേക ചടങ്ങ് ഒരു പുരോഹിതൻ മാത്രം ചെയ്യുന്ന ചടങ്ങ് അങ്ങനെയൊന്നും ഇസ്ലാമിൽ കാണാൻ കഴിയില്ല. പണ്ഡിതന്മാർ ഇസ്ലാമിലുണ്ട്. പണ്ഡിതന്മാർ അവർ അറിവുള്ള ആളുകൾ അത് ഇസ്ലാമിലുണ്ട്. അവർ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. അറിവില്ലാത്ത ആളുകൾക്ക് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കും, പറഞ്ഞു കൊടുക്കും. പിന്നെ അവർ സമൂഹത്തിന് നേതൃത്വം നൽകും എന്നല്ലാതെ അങ്ങനെ ഏതെങ്കിലും ഒരു പുരോഹിത വർഗ്ഗം മതത്തിൻ്റെ മാത്രം ദൈവത്തിനോട് അടുത്ത കുറേ ആളുകൾ അവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കുറേ ആരാധനാക്രമങ്ങളും ആചാരങ്ങളും അവരുണ്ടെങ്കിൽ മാത്രം നടക്കുന്ന അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സാമ്പത്തികമായി മറ്റോ കൊടുത്തു മാത്രം നടത്തുന്ന കർമ്മങ്ങളുമൊന്നും ഇസ്ലാമിൽ ഇല്ല എന്ന് ചുരുക്കം. പലപ്പോഴും ഈ ജനങ്ങളുടെ ഭയം അല്ലെങ്കിൽ ജനങ്ങളുടെ ആശങ്കകൾ ഇതൊക്കെ മുതലെടുത്താണ് ആളുകൾ മതത്തിൻ്റെ പേരിൽ ചൂഷണങ്ങളുമായി വരാറുള്ളത്. ഇപ്പോൾ രോഗം ഉണ്ടാകുന്ന അവസ്ഥകൾ അല്ലെങ്കിൽ ജനനം, മരണം അല്ലെങ്കിൽ വിവാഹം, ഇങ്ങനെയുള്ള മനുഷ്യ ജീവിതത്തിലെ ചില നിർണായക സന്ദർഭങ്ങൾ, ഈ സന്ദർഭങ്ങളിലാണ് പലപ്പോഴും മതത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന ആളുകൾ ഒരു ചൂഷണത്തിനുള്ള ഉപാധിയായി ഉപയോഗിക്കുക പൊതുവെ ഇത്തരം ചില സന്ദർഭങ്ങളാണ്. അവിടെയും നമുക്ക് ഇസ്ലാമിൽ നോക്കാം. ഇസ്ലാമിൽ ഒരു കുട്ടി ജനിച്ചു. ആ കുട്ടി ജനിച്ചാൽ ഇന്ന ഒരു പുരോഹിതൻ്റെ അടുത്ത് കൊണ്ടുപോയി എന്തെങ്കിലും ചില കർമ്മങ്ങൾ ചെയ്താലാണ് ആ കുട്ടി പിന്നെ ഇസ്ലാമിലേക്ക് ആവുകയെന്നോ അല്ലെങ്കിൽ ആ കുട്ടി അനുഗ്രഹിക്കപ്പെടുകയോ അങ്ങനെയൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ആ കുട്ടി ജനിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇസ്ലാമിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് പണ്ഡിതന്മാർ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയും മദർസകളിലൊക്കെ പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് സാധാരണക്കാരായ മനുഷ്യൻ, ഇപ്പോൾ എനിക്കൊരു കുട്ടി ജനിച്ചു, ഒരു പിതാവ് എന്ന നിലയ്ക്ക് എനിക്കത് നിർവഹിക്കാവുന്നതേ ഉള്ളൂ. ഒരാൾ മരിച്ചു, ഒരാൾ മരണപ്പെട്ടു. ആ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഒരു മൃതദേഹം സംസ്കരിക്കേണ്ട, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഒരു മൃതദേഹത്തോട് കാണിക്കേണ്ട ആദരവുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് മൃതദേഹത്തെ ശുദ്ധിയാക്കേണ്ടത്, എങ്ങനെയാണ് പുതുപ്പിക്കേണ്ടത്, എങ്ങനെയാണ് മറമാടേണ്ടത്, ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെയും ഒരുപക്ഷെ ഇന്ന് വളരെ പ്രൈമറി തലങ്ങളിൽ പോലും ഇസ്ലാമിക പാഠശാലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ പഠിപ്പിക്കുകയും അവർക്കൊക്കെ അറിവുള്ള സംഗതിയുമാണ്. അത് ഏതൊരു മനുഷ്യനും നിർവഹിക്കാം. അതിന് ഇന്നൊരു പുരോഹിതൻ വന്നാലേ, പണ്ഡിതൻ വന്നാലേ പിന്നെ ഈ മൃതദേഹ ചടങ്ങുകൾ, മൃതദേഹത്തിനോടുള്ള സംസ്കാര ചടങ്ങുകൾ തുടങ്ങാൻ കഴിയൂ. അല്ലെങ്കിൽ ഇന്ന ആൾ വന്നാൽ അയാൾക്ക് എന്തെങ്കിലും കൊടുത്താലേ പിന്നെ നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയും. അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല. ഏതൊരു മനുഷ്യൻ, ഇത് അറിയുന്ന ഏതൊരു മനുഷ്യനും, ഇത് അറിയുന്ന ഏതൊരു മനുഷ്യനും അത് നിർവഹിക്കാവുന്നതേ ഉള്ളൂ എന്ന് ചുരുക്കം. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് നടന്നൊരു രസകരമായ സംഭവം സൂചിപ്പിക്കാം. ഒരു യാത്ര കഴിഞ്ഞ് മദീനയിലേക്ക് തിരിച്ചു വരികയായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബിമാരൊക്കെ കൂടെയുണ്ട്. അപ്പോൾ പ്രവാചകൻ്റെ അനുചരനായിരുന്ന ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഒട്ടകപ്പുറത്ത് അദ്ദേഹം വളരെ സ്പീഡിൽ പോവുകയാണ്. അപ്പോൾ പ്രവാചകനെയും മറികടന്ന് മുമ്പിൽ അദ്ദേഹം പെട്ടെന്ന് മദീനയിൽ എത്തണം എന്ന ഉദ്ദേശത്തിലാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം സ്പീഡിൽ ഇങ്ങനെ പെട്ടെന്ന് മദീനയിലെത്തണം, നാട്ടിലെത്തണം എന്ന ഉദ്ദേശത്തിൽ ഇങ്ങനെ പോകുമ്പോഴാണ് അദ്ദേഹം തന്നെയാണ് സംഭവം ഉദ്ധരിക്കുന്നത്. പുറകിൽ നിന്നൊരു യാത്രക്കാരൻ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ വരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തിൻ്റെ പുറകിൽ വന്ന യാത്രക്കാരൻ, തന്നെ പിന്തുടരുന്ന യാത്രക്കാരൻ കയ്യിലുള്ള ചാട്ടവാറോ അല്ലെങ്കിൽ വടിയോ ഉപയോഗിച്ച് ഒട്ടകത്തിനെ സ്പർശിക്കുന്നു, ഒട്ടകത്തെ ചെറുതായിട്ടൊന്ന് അടിക്കുന്നു. അപ്പോൾ ജാബിർ റളിയല്ലാഹു തിരിഞ്ഞു നോക്കും, ഇതാരാണ്? അപ്പോൾ നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് തൻ്റെ പുറകിൽ ഇങ്ങനെ തന്നെ പിന്തുടർന്ന് വരുന്ന ഈ യാത്രക്കാരൻ. അപ്പോൾ റസൂലിനെ കണ്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് ജാബിർ ഇങ്ങനെ പിന്നെ വളരെ സ്പീഡിൽ മദീനയിലെത്താൻ വേണ്ടിയുള്ള ആ ഒരു പിന്നെ ധൃതിയിൽ ഇങ്ങനെ പോകാനുള്ള കാരണം എന്താണ്? അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, യാ റസൂലല്ലാഹ്, ഇനി ഹദീസ് വാഹിദിൻ ബി ഉർസിൻ, ഞാൻ ഈ ഒരു യാത്ര പുറപ്പെടുന്നതിന് അല്പം മുമ്പാണ് ഞാൻ വിവാഹം കഴിച്ചത്. അപ്പോൾ അധിക നാൾ എൻ്റെ ഭാര്യയോട് ഒപ്പം ഞാൻ താമസിച്ചിട്ടില്ല. അപ്പോൾ ഭാര്യയെ കാണാനുള്ള ആ ഒരു ആഗ്രഹത്താൽ ഞാൻ വളരെ പെട്ടെന്ന് വീട്ടിലെത്തുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് ഞാൻ പോവുകയാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്, ജാബിർ, നീ കല്യാണം കഴിച്ചോ? അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ പലർക്കും അത് അത്ഭുതകരമായിരിക്കും. ഒരു കല്യാണം നടക്കുക, ഒരു വിവാഹം നടക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആളുകൾ അറിയും. അത് പിന്നെ പ്രത്യേകിച്ച് ആ നാട്ടിലെ, ഇപ്പോൾ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ ആ നാട്ടിലെ ഏറ്റവും വലിയൊരു പണ്ഡിതൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ അറിവുള്ളയാൾ, പ്രവാചകനേക്കാൾ വലിയ ആൾ അവിടെ ഉണ്ടാവില്ലല്ലോ. നേരെ അതൊരു സാധാരണ സംഭവമായിരുന്നു വിവാഹങ്ങൾ നടക്കുക, ഇതുപോലുള്ള ചടങ്ങുകൾ ഉണ്ടാവുക, മനുഷ്യ ജീവിതത്തിലുണ്ടാകുന്ന, നിത്യജീവിതത്തിലുണ്ടാകുന്ന കുറേ സംഭവങ്ങൾ. അപ്പോൾ അതിനൊക്കെയും പിന്നെ ഇപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ പറയുകയാണെങ്കിൽ ഒരു മുഖ്യ പുരോഹിതനുണ്ടെങ്കിൽ പിന്നെ പല മതങ്ങളിലും പല ആശയങ്ങളിലും ഒക്കെ ഇങ്ങനെയുള്ള ചടങ്ങുകൾ നടക്കാൻ പാടുള്ളൂ. അപ്പോൾ പ്രവാചകൻ പോലും അത് അറിഞ്ഞിട്ടില്ല എന്നും പ്രവാചകൻ അപ്പോഴാണ് ചോദിക്കുക, പിന്നെ ജാബിർ, നീ കല്യാണം കഴിച്ചോ എന്ന് ചോദിക്കുന്നത്. എന്നിട്ട് പിന്നെ ആ സംഭവം അങ്ങനെ ആ ഹദീസ് തുടരുന്നത് കാണാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അറിയാതെ ഒരു വിവാഹം നടന്നു. അപ്പോൾ അതൊരു തെറ്റായി പ്രവാചകൻ കാണുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗതി, അതിലെന്തെങ്കിലും ഒരു കമൻറ്റ് പോലും പിന്നെ ആ ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നെ വിളിക്കാതെ അല്ലെങ്കിൽ ഞാനില്ലാതൊരു വിവാഹം നടക്കുകയോ എന്നൊന്നും ഒരു ചോദ്യമൊന്നും നമുക്കവിടെ കാണാൻ കഴിയില്ല.
നേരെ മറിച്ച് അതൊരു സാധാരണ സംഭവമായിരുന്നു. പക്ഷേ എല്ലാ സ്വഹാബിമാരും നമുക്ക് ചരിത്രത്തിൽ കാണാം, അവരൊക്കെയും പ്രവാചകൻ തങ്ങളുടെ ചടങ്ങുകളിലും തങ്ങളുടെ പിന്നെ മരണവേളയിലും പ്രവാചകൻ ഉണ്ടാകാൻ അവർ ആഗ്രഹിച്ചിരുന്നു. ഇത് സാധിക്കുന്നിടത്തൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോവുകയും ചെയ്തിരുന്നു. പക്ഷേ എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയില്ല, ജാബിർ റളിയല്ലാഹുവിൻ്റെ വിവാഹത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിഞ്ഞുമില്ല, അദ്ദേഹം സംബന്ധിച്ചുമില്ല. ഏതായിരുന്നാലും അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ, ഇപ്പോൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളിലൊന്നും ഒരു പ്രത്യേക മനുഷ്യനോ പ്രത്യേക വ്യക്തിയോ അല്ലെങ്കിൽ മതത്തിൻ്റെ ആളായി വരുന്ന ഒരാൾ, ഒരു പുരോഹിതനോ നിർബന്ധമില്ല, അനിവാര്യമായൊരു സംഗതി അല്ല എന്ന് ചോദിക്കും. ഇപ്പോൾ ഇസ്ലാമിലെ വിവാഹം തന്നെ എടുത്താൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിവാഹം കഴിക്കുന്ന ആൾ, അതുപോലെ തന്നെ വധുവായി വരുന്ന പെൺകുട്ടിയുടെ രക്ഷിതാവ്, അതുപോലെ തന്നെ 2 സാക്ഷികൾ, ഈ പറഞ്ഞ 4 ആളുകൾ ഉണ്ടെങ്കിൽ ഇസ്ലാമിലെ വിവാഹം സാധുവാണ്. ഈ പറഞ്ഞ 4 ആളുകൾ ഉണ്ടെങ്കിൽ ഒരു പുരോഹിതൻ്റെ അവിടെ ആവശ്യമില്ല. അറിവുള്ള ആളുകൾ ഉണ്ടായിരുന്നാൽ അത് നല്ലത്. അവർ നേതൃത്വം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും എന്തെങ്കിലും അബദ്ധങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അത് സഹായിക്കും എന്നല്ലാതെ ഈ പറഞ്ഞ 4 ആളുകൾ അവർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്, എങ്ങനെയാണ് വിവാഹം പിന്നെ നിശ്ചയിക്കേണ്ടത് എന്നും വിവാഹം നടത്തേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ബോധ്യമുണ്ട്, ഇസ്ലാമികമായ മര്യാദകളൊക്കെ അവർക്ക് അറിയാമെങ്കിൽ ഈ 4 ആളുകൾ അഥവാ കല്യാണം കഴിക്കാൻ പോകുന്ന പിന്നെ വരൻ, അതുപോലെ തന്നെ വധുവിൻ്റെ രക്ഷാധികാരി, അതുപോലെ 2 സാക്ഷികൾ, ഈ ഒരു പിന്നെ വിവാഹം നടന്നതിന് സാക്ഷികളായ 2 പേർ, ഇവരുണ്ടെങ്കിൽ വിവാഹം സാധുവാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതനുസരിച്ച് സ്വാഭാവികമായും വിവാഹം ജനങ്ങളെ അറിയിക്കണം, ആ സന്തോഷം പങ്കിടണം. അപ്പോൾ ഒരു വലീമ, ഒരു സൽക്കാരം ജനങ്ങൾക്കിടയിൽ സംഘടിപ്പിച്ചാൽ മതി. അല്ലാതെ ഇന്നൊരു വ്യക്തി, ഒരു പുരോഹിതൻ ഉണ്ടെങ്കിലാണ് പിന്നെ ഈ വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ കർമ്മങ്ങളൊക്കെ നടക്കുക, അതിനൊക്കെ കർമ്മത്തിന് നേതൃത്വം കൊടുക്കേണ്ട, കാർമ്മികത്വം വഹിക്കേണ്ട ഇന്ന ആളുകൾ ഉണ്ടായേ തീരൂ എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഇസ്ലാമിലെ ഒരു ആചാരത്തിനും അനുഷ്ഠാനത്തിനും ഇല്ല എന്ന് ചുരുക്കം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ ജീവിതം, ഇസ്ലാമിലെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ എടുത്തു നോക്കൂ. ഒരു പ്രവാചകൻ എന്ന നിലയിൽ മനുഷ്യരെ ചൂഷണം ചെയ്യാൻ, അല്ലെങ്കിൽ ആളുകളെ മതത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നേട്ടം നേടിയെടുക്കാൻ എത്രയോ സന്ദർഭങ്ങൾ പ്രവാചക ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എത്രയോ സന്ദർഭങ്ങൾ പ്രവാചക ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് നമുക്ക് കാണാം. പ്രവാചകനൊന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ സ്വഹാബിമാരൊക്കെയും അവരുടെ സമ്പത്തുകൾ മുഴുവൻ പ്രവാചകന് നൽകുമായിരുന്നു. പൂർണ്ണ മനസ്സോടെ, സ്വമനസ്സാലെ തന്നെ അവർ യാതൊരുവിധ ഒരു ഇഷ്ടക്കേടുമില്ലാതെ അവർ പ്രവാചകന് എന്തു സമർപ്പിക്കാൻ, സ്വന്തം ജീവൻ പോലും സമർപ്പിക്കാൻ തയ്യാറായി വന്ന, അങ്ങനെ സമർപ്പിച്ച ചരിത്രങ്ങളാണല്ലോ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അവർക്കതിന് ഒരു മനപ്രയാസവും ഉണ്ടാകുമായില്ല. പക്ഷേ അതൊന്നും അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചില്ല എന്നതാണ്. മാത്രമല്ല ഏതെങ്കിലും ഒരു തരത്തിൽ തന്നെ ഒരു ദൈവികമായി കാണുന്നതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നതോ ഒക്കെ ഇസ്ലാം പൂർണ്ണമായി നിരാകരിക്കുകയാണ് ചെയ്തത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കാർക്കശ്യപൂർവ്വമാണ് അത്തരം കാര്യങ്ങളെ ജനങ്ങൾക്ക് ഉത്ബോധിപ്പിച്ചത്. അഥവാ ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന്, ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് സന്ദേശങ്ങൾ വരുന്നു, വഹി വരുന്നു, ദിവ്യബോധനം നൽകപ്പെടുന്നു എന്നല്ലാതെ ഞാൻ പിന്നെ എന്തെങ്കിലും ഒരു എനിക്കെന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ നിങ്ങൾ വകവെച്ച് തരണം, ഇങ്ങനൊരു സാമ്പത്തികമായ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രൂപത്തിലോ ചില അവകാശങ്ങൾ എനിക്കുണ്ട് എന്നൊന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടിട്ടില്ല, അവകാശപ്പെട്ടിട്ടില്ല എന്ന് ചുരുക്കം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ആറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറയാൻ വേണ്ടി കൽപ്പിക്കുന്നത് കാണാം. ഖുൽ, പ്രവാചകരെ അങ്ങ് പറയുക, ലാ അംലികു ലി നഫ്സി നഫ്അൻ വലാ ദർറൻ ഇല്ലാ മാ ഷാ അല്ലാഹ്. അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ എനിക്ക് തന്നെ എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ എനിക്ക് കഴിയില്ല. സ്വന്തമായി എന്തെങ്കിലും വലൗ കുന്തു അഅലമുൽ ഗൈബ്, അദൃശ്യമായ കാര്യങ്ങൾ, ഒരു ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മറഞ്ഞ കാര്യങ്ങൾ, ഇതൊന്നും അറിയാൻ എനിക്ക് യാതൊരു വകുപ്പുമില്ല. ഇനി എനിക്ക് ഗൈബ്, ഇങ്ങനെയുള്ള അദൃശ്യ ജ്ഞാനവും മറ്റു കാര്യങ്ങളുമൊക്കെ എനിക്ക് അറിയുമായിരുന്നെങ്കിൽ ലസ്തക്സർതു മിനൽ ഖൈർ, പ്രവാചകരോട് പറയാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുകയാണ്. ജനങ്ങളോട് പറയുക, അങ്ങനെ എങ്ങനെയും എനിക്ക് അറിയാനുള്ള വകുപ്പുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും എനിക്കൊരുപാട് ഉപകാരങ്ങൾ എനിക്കൊരുപാട് നേട്ടങ്ങൾ ഞാൻ നേടിയെടുക്കുമായിരുന്നല്ലോ. വമാ മസ്സനി യസ്സു, അല്ലെങ്കിൽ എനിക്ക് വരുന്ന ഉപദ്രവങ്ങൾ, അപകടങ്ങളൊക്കെ എനിക്ക് തടുക്കാൻ സാധിക്കുമായിരുന്നല്ലോ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കൂ. പ്രവാചകൻ ദരിദ്രനായിട്ടായിരുന്നു ജീവിച്ചത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്പത്ത് വന്ന സന്ദർഭങ്ങളുമുണ്ട്, തീരെ സമ്പത്തില്ലാതെ വീട്ടിൽ അടുപ്പ് പുകയാതെ ജീവിക്കേണ്ടി വന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. യുദ്ധത്തിൽ പരിക്കേറ്റ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും അവഗണിക്കപ്പെട്ട് ഒറ്റപ്പെട്ടു പോയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവ്യപുരുഷനും ഒന്നുമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ചുരുക്കം. ദൈവത്തിൻ്റെ വഹി ലഭിക്കുന്ന, ഉത്ബോധനം ലഭിക്കുന്ന പ്രവാചകനായ അതേസമയം മനുഷ്യരായ ഒരു വ്യക്തിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ജനങ്ങളോട് പറയാൻ വേണ്ടി, പ്രഖ്യാപിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിലൂടെ കൽപ്പിക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മളോട് കണ്ടത്. അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, അതായത് യഥാർത്ഥ ദൈവിക മതത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ ചൂഷണം ചെയ്യാൻ, സാമ്പത്തികമായ മറ്റേതെങ്കിലും രൂപത്തിലോ മനുഷ്യരെ ചൂഷണം ചെയ്യാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു പുരോഹിത വർഗം എന്നുള്ളത് യഥാർത്ഥ ദീനിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു വിടവ്, ഒരു ലൂപ്പ് ഹോൾ ഈ ശരിയായ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടില്ല എന്ന് തന്നെ. അത് പ്രവാചകന്മാർക്ക് പോലും അങ്ങനെ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കാനുള്ള വഴികൾ ഇസ്ലാം തുറന്നിട്ട് കൊടുത്തിട്ടില്ല. അതിനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ടും ഒരിക്കലും പ്രവാചകന്മാർ അങ്ങനെ
തങ്ങൾക്ക് എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി, ഭൗതികമായ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മതത്തെ ചൂഷണം ചെയ്യുന്ന, വിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല എന്നതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിലും വ്യക്തി ജീവിതത്തിലുമൊക്കെ മതത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ശരിക്ക് അതിൻ്റെ യഥാർത്ഥ ആ ഒരു കോറിൽ നിന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പക്ഷേ സമൂഹത്തിൽ മതത്തിൻ്റെ പേരിലറിയപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ പുരോഹിത വർഗം, പൗരോഹിത്യം എന്നൊക്കെ അറിയപ്പെടുന്ന ആളുകൾ, അവർ കാരണം മതത്തിനുണ്ടാകുന്ന ചീത്തപ്പേര് അത് യഥാർത്ഥത്തിൽ മതത്തിൻ്റെ പ്രശ്നമല്ല, അത് വ്യക്തികൾ എന്ന നിലക്ക് ആ ആളുകൾ മതത്തെ അവരുടെ ലാഭങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. അത് കണ്ട് നമ്മൾ മതത്തെ, ശരിയായ മതത്തെ, ഇസ്ലാമിനെ വിലയിരുത്തരുത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.